ആദ്യം വയനാട് പുൽപ്പള്ളിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ പുൽപ്പള്ളിയിലെ പ്രതിഷേധം, ജനരോഷം തന്നെയായിരുന്നു വാർത്തകളിൽ ഇടം പിടിച്ചത്. ഇന്നിപ്പോൾ വീണ്ടും ഇതാ വയനാട് പുൽപ്പള്ളിയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആശ്രമക്കൊല്ലി ഐക്യരക്കുടിയിലെ എൽദോസിന്റെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെയാണ് കടുവ കടിച്ചുകൊന്നത്. സമീപ പ്രദേശമായ അമ്പത്തിയാറിലാണ് കഴിഞ്ഞ ദിവസം കാളക്കുട്ടിയെ കടുവ കൊന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ വയനാട് നിന്ന് ടി അനീസലി നൽകും. അനീസലി, ഗുഡ് മോർണിംഗ്. ഇന്നലെ വലിയ പ്രതിഷേധമായിരുന്നു പുൽപ്പള്ളിയിൽ നമ്മൾ കണ്ടത്. അത് അക്രമാസക്തമാകുന്നതും വലിയ സംഘർഷത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ വീണ്ടും അവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങുകയാണ്. കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് എവിടെയാണ്, എപ്പോഴായിരുന്നു കടുവയുടെ ആക്രമണം? ആശ്രമക്കുടിയിൽ ഐക്കരക്കുടിയിൽ എൽദോസിന്റെ പശുക്കിടാവിനെയാണ് ഇപ്പോൾ കടുവ ഇന്നലെ കൊന്നിരിക്കുന്നത്. രാത്രി 11:30 കടുവയുടെ ആക്രമണം ഉണ്ടായത്. ശബ്ദം കേട്ട് എൽദോസിന്റെ വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കടുവ പശുക്കിടാവിനെ ആക്രമിക്കുന്നത് കണ്ടത്. ഈ കിടാവുമായി കടുവ ഓടുന്നതിനിടെ സമീപത്തെ ചാണകക്കുഴിയിൽ വീഴുകയും അവിടെ നിന്ന് കടുവ ചാണകക്കുഴിയിൽ നിന്നാണ് കയറിപ്പോയിട്ടുള്ളത്. അടുത്ത തോട്ടത്തിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. ഇത് വലിയ ഭീതി പ്രദേശത്ത് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഇതേ സ്ഥലത്ത് തന്നെ, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് 56 എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇന്നലെ ഒരു വയസ്സ് പ്രായമുള്ള മോരിക്കുട്ടിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇന്നലെ അതിന്റെ പുൽപ്പള്ളിയിൽ റോഡ് ഉപരോധിക്കുന്നതിനിടെ ഫോറസ്റ്റ് വാഹനത്തിന് മുകളിൽ ആ ജഡം കെട്ടിവെച്ചുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി ആയപ്പോഴേക്ക്, രാത്രി 11:30 വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു. ഒരു വളർത്തുമൃഗം കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടയിൽ ഇന്നലെ അനീഷ് എന്ന് പറയുന്ന ഒരാള് ആ പ്രദേശത്തു കൂടെ ബൈക്ക് യാത്ര ചെയ്യുന്നതിനിടെ കടുവ മുന്നിൽപ്പെട്ടു. ഇദ്ദേഹം ഭയങ്കര ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇങ്ങനെ ദിനം ദിനം ഈ വളർത്തുമൃഗങ്ങൾക്ക് നേരെയും മനുഷ്യർക്ക് നേരെയും കടുവയുടെയും ആ കാട്ടാനയുടെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കടുത്ത ഭീതിയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഐക്യരക്കുടിയിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 56-ലും ഒക്കെ കണ്ട കടുവ അത് ഒന്ന് തന്നെയാണെന്നാണ് കരുതുന്നത്. ഇതിനെ കണ്ടെത്താനും പിടികൂടാനുമുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ? നേരത്തെ തന്നെ പുൽപ്പള്ളിയിലെ സുരഭിക്കവലയിൽ നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുകയും കൂട് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ ഈ കൂട്ടിൽ ഇതുവരെ കടുവ കുടുങ്ങിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉത്തരവിറങ്ങിയിരുന്നു. ഇതിന് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ക്യാമറ സ്ഥാപിക്കുക, അതിനുശേഷം പിന്നീട് ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കുക. ഇതുകൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീടും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മയക്കുവെടി വെച്ചും പിടികൂടാം എന്ന ഉത്തരവ് വരിക. എങ്ങനെയാണ് അതിൽ മയക്കുവെടി വെച്ച് പിടികൂടാം എന്ന ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂരിക്കിടാവിനെ കടുവ കൊന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഇന്നലെ രാത്രി വീണ്ടും ഒരു പശുക്കിടാവിനെ കൂടി കടുവ കൊന്നിരിക്കുന്നത്. എന്തായാലും ഭീതിതമായ സാഹചര്യമാണ്. നമുക്കറിയാം, വയനാട്ടിൽ ഇന്നലെ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ് പുൽപ്പള്ളിയിൽ. അത് പെട്ടെന്നുണ്ടായ ഒരു വൈകാരിക പ്രകടനമല്ല, അത് അതിര് കടന്ന പ്രകടനങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും ജനങ്ങൾ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസത്തിന്റെ ഒരു ബഹിസ്ഫുരണമായിട്ട് വേണം നമ്മൾ ആ പ്രക്ഷോഭത്തെ കാണാൻ. വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ചാലിഗദ്ദയിൽ അജീഷ് എന്ന് പറയുന്ന പനച്ചിയിൽ അജി കൊല്ലപ്പെടുന്നത്. അത് വീട്ടിൽ നിൽക്കുമ്പോഴാണ് കാട്ടാന വീട് കയറി ആക്രമിക്കുന്നത്. കാട്ടിൽ കയറുകയോ കാടിനടുത്തേക്ക് പോവുകയോ ചെയ്തിട്ടല്ല ആ സംഭവം ഉണ്ടാകുന്നത്. അതുപോലെയാണ് ഇപ്പോ കഴിഞ്ഞ വീട്ടിൽ പോലും സുരക്ഷിതമായി കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം വയനാട്ടിലെ ജനത ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.